ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് കിച്ചടി. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത് നമുക്കിന്ന് സാധനങ്ങൾ നമ്മൾ നോക്കാം. ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ടൊമാറ്റോ ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, മട്ടറുണ്ട്, ഫ്രോസൺ മട്ടറാണ്, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില, ഇതെല്ലാമാണ് നമ്മുടെ അതിൻ്റെ അകത്ത് കിച്ചടിക്കകത്ത് ഇടുന്ന വെജിറ്റബിൾസ്. ഇനി നമ്മൾ കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് പ്രധാനമായിട്ടും നമുക്ക് കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചെറുപയർ ഈ കപ്പിലാണ് നമ്മൾ കപ്പിലാണ് നമ്മൾ അളക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 1 കപ്പ് ചെറുപയറെടുത്തു. ഇനി സെയിം ഇതിനകത്ത് നമുക്ക് അരിയെടുക്കണം. സെയിം ഇല്ല പാത്രത്തിൽ തന്നെ നമുക്ക് അരിയെടുക്കണം. ഇപ്പോൾ 2 കപ്പ് അരിയായിട്ടുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുമ്പം ഇതിൻ്റെ 3 ഇരട്ടി അല്ലെങ്കിൽ 6 കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി നമുക്ക് ശകലം തരത്തെ വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഇപ്പം ഞാൻ അരിയും ചെറുപയറും കഴുകി വൃത്തിയാക്കി ശകലം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചെന്ന് പറഞ്ഞാൽ ശകലം എളുപ്പം വേവും, അതിന് വേണ്ടിയാണ് കേട്ടോ. ഇനി നമുക്ക് കുക്കറിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നോട് ശകലം നമുക്ക് നെയ്യോട് ഒഴിച്ചു കൊടുക്കാം. ഉള്ളിയുടെ കൂടെ ശകലം കറിവേപ്പിലയും കൂടി ഇടാം. അത് വേഗം വരെ നോക്കിയിരിക്കാം. ഉള്ളി വേവുകയാണ്. അപ്പം നമുക്ക് പച്ചമുളക് നമുക്കിങ്ങനെ വലുതായിട്ട് ഇട്ട് കൊടുക്കാം. എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് കിച്ചടിക്കകത്ത് പച്ചമുളക് വരുവാണെങ്കിൽ നമുക്ക് കൊച്ചുപിള്ളേർക്ക് എടുത്ത് മാറ്റിയിടാം കേട്ടോ. അതിന് വേണ്ടിയാണ് മുളക് ചില വലുതായിട്ട് തന്നെ ഇടുക. ഇതിന് വേവിച്ചെടുക്കുക. പിന്നെ അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇടുക. ടൊമാറ്റോ ഇട്ട ശേഷം നമ്മൾ കുറച്ച് ഉപ്പിടാം. പിങ്ക് ഉപ്പാണ് ഇടുന്നത് കേട്ടോ. നമ്മുടെ ഹെൽത്തിക്ക് വേണ്ടി നല്ലതാണ്. ഇതിനകത്ത് നമ്മൾ അധികം മസാലകൾ ചേർക്കില്ല. ഈ നമ്മൾ ശകലം മഞ്ഞൾ ചേർത്തു, ശകലം മുളക് പൊടി ചേർത്തു. മുളക് പൊടി വേണ്ടാത്തവർ ഒഴിവാക്കാം, പച്ചമുളക് ചേർത്താൽ മതി. ഇനി അടുത്ത നല്ലപോലെ ഇളക്കി ശരിയാക്കാം. ഞാൻ അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫ്രോസൺ മട്ടർ ഇട്ട് കൊടുക്കാം. കായം, മസാലപ്പൊടി ഇത്ര മതി. ഇതുപോലെ ചേർത്ത് നല്ലപോലെ ഇളക്കി അത് നമ്മുടെ ചോറും ഇതാകുമ്പോൾ നല്ലപോലെ ഇളക്കണം. അപ്പം നമ്മൾ 2 കപ്പ് എടുത്തപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് 4 കപ്പ് വെള്ളം ഒഴിക്കണം. 6 കപ്പ് വെള്ളം ഒഴിക്കണം. 3 ഇരട്ടിയാണ് ഒഴിക്കേണ്ടത്. 1, 2,
6 കപ്പ് വെള്ളം ആയി. നമ്മൾ നല്ലപോലെ ഇളക്കി. ഇതാണ് കറക്റ്റ് പരുവായിട്ട്. 2 കപ്പ് അരിക്കും ചെറുപയറിനും വേണ്ടി നമ്മൾ 3 ഇരട്ടി വെള്ളം, എന്ന് പറഞ്ഞാൽ 6 കപ്പ് വെള്ളം. ഇനി ഇത് നല്ലപോലെ കുക്കർ അടച്ച് വേവിക്കാം. മീഡിയം തീക്കകത്ത് 4 വിസിലടിക്കാൻ വേണ്ടി നമുക്ക് വെച്ചേക്കാം. ഇപ്പോൾ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഖിച്ചടി അടിപൊളി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കാം.